ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ ഉത്തരം പറയാൻ? അതില്ല. കാരണം നിങ്ങൾ പറയണം. ഈ രാജ്യം ഭരിക്കാൻ കയറിയപ്പോൾ അൺഎംപ്ലോയ്മെന്റ് ട്രമൻഡസ്ലി ആയിട്ട് വർദ്ധിച്ചു. അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻ ഈ രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരുന്ന അത് ട്രംപ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ ഇരുന്ന കാലത്ത് അമേരിക്കയുടെ നയാ പൈസ വിദേശ രാജ്യങ്ങളിലെ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. കാരണം ട്രംപ് 4 കൊല്ലം ഭരിച്ചപ്പോഴും ഒരു യുദ്ധം പോലും ഉണ്ടാകാതെ ലോകത്തിനെ ബാലൻസ് ചെയ്ത് സമാധാനത്തിന്റെ അന്തരീക്ഷത്തിൽ കൊണ്ടുപോകാൻ തക്ക പ്രാപ്തിയും കഴിവുമുള്ള ഒരു പ്രസിഡന്റാണെന്ന് തെളിയിക്കുകയും നമ്മളെ പോലെയുള്ള പാവങ്ങളുടെ ടാക്സ് വിദേശ രാജ്യങ്ങളിലെ യുദ്ധങ്ങൾ തീർക്കാൻ വേണ്ടി ഉപയോഗിക്കുകയോ ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ നടക്കുന്ന യുക്രൈൻ യുദ്ധവും അതുപോലെ തന്നെ ഇസ്രയേലിൽ നടക്കുന്ന യുദ്ധത്തിനും വേണ്ടിയിട്ട് ധാരാളമായ നമ്മുടെ ടാക്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിനെ എങ്ങനെ കമല ഹാരിസ് ഹാൻഡിൽ ചെയ്യും? ഉത്തരം പറയാം. ഞാൻ 76 തൊട്ട് ഇവിടെ വന്ന ഒത്തിരി ഡെമോക്രാറ്റ് പ്രസിഡന്റിനെ ഒത്തിരി റിപ്പബ്ലിക്കൻ പ്രസിഡന്റിനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ കമ്പാരിസണിൽ പറയുന്നത് നമ്മൾ ആദ്യം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കോവിഡും കാര്യങ്ങളും ഒക്കെ ആയിരുന്ന സമയത്ത് ഇഷ്ടംപോലെ കാശ് ചെലവാക്കി. അവിടെ യാതൊരു 3.2 അൺഎംപ്ലോയ്മെന്റ് ഒന്നും ആയിരുന്നു എന്ന് എക്സാക്ട് ഞാൻ ഐ ആം ആൻസറിംഗ്. പ്ലീസ് ബി courteous. You had enough chance to answer. Please don't attack. This is not the place to attack. Okay? No, but I tell my opinion. Wrong statement do not tell. Wrong statement I will say if I go back. This border security you are telling. The border security bipartisan law was passed. Trump said you should not pass that. When I become president only pass. That is why the speaker did not present that for the vote. Don't even talk like that. If you want to ask me, answer me a question, please keep quiet. I will answer. Mr. Slowly പറഞ്ഞാൽ എന്തിനാ Slowly അല്ല, ഇവിടെ ശരിക്കാ പറയുന്നത്. നമുക്കെല്ലാവർക്കും കേട്ടാ പോരെ. എന്തിനാ മോഡറേറ്റ് നിൽക്കുന്നത്. ആൻസർ തൃപ്തികരമാണോ? ആൻസർ പറഞ്ഞില്ല. റേഷ്യോ അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ഇവിടെ കോവിഡിന്റെ എല്ലാ പ്രശ്നം കാരണം അന്ന് അൺഎംപ്ലോയ്മെന്റും അതുപോലെ തന്നെ എക്കോണമിയും എല്ലാം തകർന്നു കിടന്ന ഒരു സമയത്താണ് പുതിയ അഡ്മിനിസ്ട്രേഷൻ എടുക്കുന്നത്. അവരെടുത്തു കഴിഞ്ഞ് ഈ റീസെന്റ് പോൾ ഉണ്ടായിരുന്നു. പോൾ ഞാൻ കേട്ടതാണ്. അൺഎംപ്ലോയ്മെന്റ് വളരെ കുറവാണ്. അതുപോലെ തന്നെ എക്കോണമി സ്പീക്കിംഗ് അപ്പ്. ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. പിന്നെ കമല ഹാരിസ് ആസ് എ വൈസ് പ്രസിഡന്റ് ഷീ ഓൾറെഡി ടോൾഡ് ട്രംപ് യു ആർ not contesting with Biden, you are contesting with Kamala. So please do that. പ്രതീക്ഷിക്കുന്നുണ്ടോ ഉത്തരം പറയാൻ? അതില്ല. കാരണം നിങ്ങൾ പറയണം. എറൗണ്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷം അന്ന് എനിക്ക് ഡെമോക്രാറ്റ് എന്നാവുമോ റിപ്പബ്ലിക്കൻ എന്നാവുമോ എന്നെക്കുറിച്ച് ഒരു ധാരണയില്ല. ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ നമ്മുടെ ഇതിനു മുമ്പ് ഇരുന്ന പ്രസിഡന്റില്ലേ, നമ്മുടെ ട്രംപിന് മുമ്പ് ഒബാമയ്ക്ക് ഞാൻ വോട്ട് ചെയ്തതാണ്. പക്ഷേ ഇന്ന് അതിൽ ഞാൻ ദുഃഖിക്കുക. കാരണം ഞാൻ ഈ 4 വർഷമായിട്ട് ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഹൃദയംഗമായ വേദനയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ 100 രൂപയ്ക്ക് എനിക്ക് ഒരു 2 ആഴ്ചത്തെ സാധനം വാങ്ങിക്കാമായിരുന്നു. എനിക്ക് വേറെ ഒരു ഇൻകം ഇല്ല. ഞാൻ വെറും സ്മോൾ ഇൻകംകാരനാണ്. എനിക്ക് ഇപ്പം അത് പോയിട്ട് 500 രൂപ ഉണ്ടെങ്കിലും എനിക്ക് ഈ 2 ആഴ്ചത്തെ സാധനം വാങ്ങിക്കാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ എൻ്റെ വീട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ടാക്സും ഇൻഷുറൻസ് ഇതൊക്കെ അത് വളരെ ലിമിറ്റഡ്
ലിമിറ്റഡ് ആയിരുന്നു. അതായത് പിന്നെ ഈവൻ എനിക്ക് 2 മക്കളുണ്ട്, അവർ കോളേജിൽ പഠിക്കുന്നു, അവരുടെ എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യണം, എല്ലാം ഈ ചെറിയ ഇൻകം കൊണ്ടായിരുന്നു. ഇപ്പോ നേരത്തെ ട്രംപ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ 1.5 രൂപയ്ക്കുള്ളിൽ ഗ്യാസിന് വിലയില്ലായിരുന്നു. ഇപ്പൊ ഈ ഗ്യാസിന്റെ വില ഇപ്പൊ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. എന്തിനാ? ഈ ഇലക്ഷനെ മാത്രം ടച്ച് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ദിസ് ഈസ് ടു മച്ച് ഫോർ ബൈഡൻ. ഹി ഈസ് വെരി ക്രേസി പേഴ്സൺ. ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് കേട്ടോ. ചോദ്യം ബ്രീഫായിരിക്കണം, ഉത്തരവും ബ്രീഫായിരിക്കണം. അപ്പൊ ഈ ചോദ്യം ആരോടാണ് ചോദിക്കുന്നത്? പറയൂ. Inflation is all over the world. All over the world. But don't blame Kamala Harris for that. David, Kamala Harris has not become the president of this place. Secondly, as we said, COVID time, all the businesses were down. We were in duress. American presidents even did not reveal how many people were dead in the nursing homes. They are lying. It happened during the time of President Trump. One President Trump. Therefore, for inflation we cannot. Kamala Harris has promised in her policy that she will bring down the prices. She will help the middle class to improve the employment opportunities by different activities. She has already leveled out all these things. Therefore, don't be afraid. Vote for her. No. Let us bring a good America forever. ഞാൻ ചോദിച്ചത് 4 വർഷത്തെ കാര്യം ചോദിച്ചു. അതിന് ആൻസർ തന്നാ ഓക്കെ. ഞാനൊരു അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പ്രസിഡന്റ് അല്ലായിരുന്നു, വൈസ് പ്രസിഡന്റ് ആയിരുന്നു. വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സെനറ്റിലെ ടൈ ആയിട്ടുള്ള എല്ലാ സമയത്തും ബോർഡർ സെക്യൂരിറ്റിയുടെ ടൈ ബ്രേക്ക് അല്ല, എവിടെയൊക്കെ ടൈ ആയിട്ടുണ്ടോ ഏതായാലും അതിലെല്ലാം ടൈ ബ്രേക്ക് ചെയ്ത വോട്ട് ചെയ്താണ് വൈസ് പ്രസിഡന്റ്. ഇറാഖ് വാറ്, കുവൈറ്റ് വാറ്, ഇതെല്ലാം ഏത് പ്രസിഡന്റ് ഇരുന്നപ്പോഴാണ് ഇതെല്ലാം തുടങ്ങിയത്? ജോർജ് ബുഷ് പറയുന്നത്, ട്രംപ് പറയുന്നത് അദ്ദേഹം പ്രസിഡന്റായി വന്നു കഴിഞ്ഞാൽ 24 hours-നുള്ളിൽ ഉക്രൈൻ റഷ്യ വാറ് നിർത്തുന്നു. എങ്ങനെ നിർത്തും? കംപ്ലീറ്റ് ഉണ്ടല്ലോ ആംബുലേഷൻസും മിസൈലും എല്ലാം റഷ്യക്ക് കൊടുക്കും, അടിക്കണമെന്ന് പറഞ്ഞു. അടിക്കുക 24 hours. അത് പുള്ളി നേരത്തെ പറഞ്ഞ പുതിനോട് യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട്. അതാണ് ഒരു പ്രസിഡന്റിന്റെ ആവശ്യം നമുക്ക്. അതിന് അതിലൂടെ വളരെയധികം ഇൻഫ്ലേഷൻ കൂടി എന്ന് പറഞ്ഞ് ഇദ്ദേഹം പറഞ്ഞ പോലെ ലോകം മുഴുവൻ ഇൻഫ്ലേഷൻ. ഇന്ത്യയിൽ പോയി നോക്ക്, ഗ്യാസിന് എത്ര. അതെ, എന്തുകൊണ്ട് ഇൻഫ്ലേഷൻ കൂടുന്നു? ലോകമെങ്ങും ഇൻഫ്ലേഷൻ ഉണ്ട്. അമേരിക്കയിൽ മാത്രമല്ല, ലോകമെമ്പാടും ഇൻഫ്ലേഷൻ ഉണ്ട്. അത് മാത്രമല്ല, കോവിഡിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഇതിന്റെ സമയത്താണ് ഉണ്ടായത്. അപ്പോ അതുകൊണ്ട് അതുകൊണ്ട് ഈ ഡെമോക്രാറ്റിക് പ്രസിഡന്റിനെ കുറ്റപ്പെടുത്തേണ്ടതില്ല, അത് ശരിയല്ല എന്ന് അദ്ദേഹം ചോദ്യരൂപേണ നിങ്ങളോട് പറയുകയാണ്. അപ്പോ അതിന് നിങ്ങളോട് ഉക്രൈൻ യുദ്ധത്തിന്റെ കാരണം ഉക്രൈൻ എന്ന് പറയുന്നത് റഷ്യയുടെ ഏറ്റവും നീബായ രാജ്യമാണ്. ഉക്രൈന് വേണ്ടത്, റഷ്യക്ക് വേണ്ടത് നാറ്റോയുടെ ആളുകൾ, നാറ്റോ സഖ്യത്തിന്റെ ആളുകൾ ഉക്രൈനോട് ചേർന്ന് വരുന്ന റഷ്യക്ക് ഒരിക്കലും സഹിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അവരൊരിക്കലും സമ്മതിക്കത്തുമില്ല. നമ്മുടെ പ്രസിഡന്റ് ജോ ബൈഡൻ ഈ ഉക്രൈനെ നാറ്റോ സഖ്യത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഒത്താശകളും ചെയ്തു. നാറ്റോ സഖ്യത്തിൽ ഉക്രൈൻ വന്നപ്പോൾ റഷ്യ ശക്തിയുക്തമായി എതിർത്തു. ഞങ്ങൾ ഒരിക്കലും ഇത് അംഗീകരിക്കത്തില്ലെന്ന്. അപ്പൊ ജോ ബൈഡൻ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. വളരെ പിൻവാങ്ങി റഷ്യ യുദ്ധം തുടങ്ങി. അതാണ് ഉക്രൈൻ യുദ്ധത്തിന്റെ കാരണം. ഡൊണാൾഡ് ട്രംപ് യുദ്ധം ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് ആണെങ്കിൽ ഉക്രൈനെ നാറ്റോ സഖ്യത്തിൽ ചേർക്കാൻ പോകുന്നില്ല. അപ്പൊ അവിടെ യുദ്ധം ഉണ്ടാകുന്നില്ല. അല്ല ഡൊണാൾഡ് ട്രംപ് യുദ്ധം അവിടെ കൊണ്ട് ബോംബ് പൊട്ടിച്ച് തകർക്കുന്നൊന്നും
ആരും വിശ്വസിക്കേണ്ട, അതൊന്നും ചെയ്യത്തുമില്ല, അത് ചെയ്യാനും സാധിക്കുന്നില്ല. റഷ്യയും അമേരിക്കയായിട്ട് ഒരിക്കലും ഒരു യുദ്ധത്തിന് തയ്യാറാകുന്നുമില്ല. കാരണം അത് ലോകത്തിൻ്റെ അന്ത്യമാണ്, അവരുടെ അന്ത്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഇൻഫ്ലേഷൻ വരുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ഇപ്പോൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇപ്പോൾ ഈ രാജ്യത്ത് 21 മില്യണിൽ കൂടുതൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് വന്നു. ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിന് ഏതായാലും ഭക്ഷണം കൊടുക്കണമല്ലോ. ആര് കൊടുക്കും? എവിടുന്ന് കൊടുക്കും? ഇത് എവിടെ നിന്നായി ഭക്ഷണം വരുന്നത്? ഭക്ഷണ സാധനങ്ങൾ എവിടെ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്? ചൈനയിൽ നിന്ന് തന്നെ അല്ലേ? എല്ലാ മുട്ടസൂചി വരെ ചൈനയിൽ നിന്ന് തന്നെ. മുട്ടസൂചി വരെ ചൈനയിൽ നിന്ന് വരുന്ന രാജ്യത്തെ 21 മില്യൺ ആളുകളെ ഇല്ലീഗൽസിന് ഇവിടെ കൊണ്ടുവന്ന ഭക്ഷണം കൊടുക്കാൻ ഇവിടെ സാധന സാമഗ്രികളില്ല. അപ്പോൾ വില കൂടും ഇല്ലേ? ആർക്കെങ്കിലും നിയന്ത്രിക്കാൻ പറ്റൂ? ഇത് ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇത് ഇല്ലീഗലിനെ കൊണ്ടുവന്നതിന്റെ പ്രതിഫലം ഇത് ഇൻഫ്ലേഷൻ ഇനിയും കൂടും. അടുത്ത ഡെപ്റ്റ് കൂടും, ഡെപ്റ്റ് സീലിംഗ് ഉണ്ടാവും, ഗവൺമെന്റ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. 2023 ജനുവരിയിൽ ഗവൺമെന്റ് ഷട്ട് ഡൗൺ ചെയ്തില്ലേ? ഇൻഫ്ലേഷൻ 32 ബില്യൺ ആണ്. ഡെഫിസിറ്റ് അത് 6 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് ആ 6 മാസത്തേക്ക് ഇതേ പോയി. അപ്പൊ അമേരിക്ക എന്ന് പറഞ്ഞാൽ ലോക രാജ്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന രാജ്യമാണ്. അമേരിക്കയ്ക്ക് ഇപ്പൊ ഇൻസ്റ്റലേഷൻ, അതുപോലെ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അതുപോലെ എൻവയൺമെന്റിൽ, പിന്നെ അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ അമേരിക്ക ഇൻസ്റ്റോൾ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അവർക്ക് കാര്യങ്ങൾ നടത്താൻ പറ്റത്തില്ല. കംപ്ലീറ്റ് ഗവൺമെന്റ് ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല, പ്രൊളോങ് ചെയ്തോടെന്ന് പറഞ്ഞു. ഇനി അടുത്ത ജനുവരിയിൽ ഈ മീറ്റിംഗ് ജനുവരി 25 വരെയാണ് എനിക്ക് തോന്നുന്നത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിന്റെ ഇൻഫ്ലേഷൻ ഡബിൾ ആവും. ഇതാരാ ഇത് ക്രിയേറ്റ് ചെയ്ത ഇൻഫ്ലേഷൻ? കുറെയൊക്കെ അതിന് ശക്തമായ ഒരു ഭരണാധികാരി വേണം. അതിന് കമലഹാസൻ കൊള്ളത്തില്ല. 1.5 വർഷം ഈ രാജ്യത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നിട്ട് ഒന്നും ചെയ്യാത്ത ആൾക്ക് നാളെ ഇത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? ക്യാൻ യു ടെൽ മീ? അവർക്കൊരു പോർട്ട്ഫോളിയോ ഇത് നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് വന്ന ആളുകൾ. ഞാനൊരു ഒരു 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 കൊച്ചിനോട് ചോദിച്ചു, നമ്മൾ എന്നാ പറഞ്ഞ മക്കളെ കൊണ്ടുവന്നത്? ഞങ്ങൾ ആ കൊച്ചു പറഞ്ഞു കരിയാപ്പ. കൊച്ചിനറിയാവുന്ന കരിയാപ്പിനെ കുറിച്ചേ ഉള്ളൂ. നമ്മള് ഈ രാജ്യത്ത് കൊണ്ടുവന്ന വി ആർ ദി അംബാസഡേഴ്സ്. നമ്മള് ഞാനിതിനെ നേടിക്കൊണ്ടു പോകുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, ഇത്രയും കാലം ഈ ഗവൺമെന്റില് റെസ്പോൺസിബിൾ ആയ പൊസിഷൻ ഇരുന്നിട്ട് ഒന്നും ചെയ്യാത്ത ആൾക്ക് ഇനി ഇപ്പോൾ നാളത്തേക്ക് വേണ്ടി ഒരു പ്രസിഡന്റ് സ്ഥാനത്ത് between Democrat and Republican, but I want to say that it is a debate between Democrat and Donald Trump, because Donald Trump is not representing Republican. He is the single person. This is a policy of Donald Trump. So we have Democrat has a definite policy how to reduce the price, how to control the immigrants, and how to maintain the foreign policy. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇന്ന് ലോകം ഒരു രാജ്യമാണ്. ആ രാജ്യത്തിൽ ഫോറിൻ പോളിസി ചൈനയെ കൺട്രോൾ ചെയ്യണം, ഇന്ത്യയെ കൺട്രോൾ ചെയ്യണം, മറ്റു രാജ്യങ്ങളെ കൺട്രോൾ ചെയ്യണം. അതിന് ഫോറിൻ പോളിസി വേണം. സോ ഡെമോക്രാറ്റ് ഹാസ് എ ഡെഫിനിറ്റ് പോളിസി ഹൗ ടു മെയിൻറ്റെയിൻ ദ ഫോറിൻ പോളിസി. പക്ഷേ റിപ്പബ്ലിക്കിന് അങ്ങനെ ഒരു പോളിസി ഉണ്ടെങ്കിൽ തന്നെ ദേ കനോട്ട് കൺട്രോൾ ഡൊണാൾഡ് ട്രംപ്. ഔദ്യോഗികമായിട്ട് നോമിനേറ്റ് ചെയ്തത് ഡൊണാൾഡ് ട്രംപിനെയാണ്. അത് നമ്മൾ മറക്കാൻ പാടില്ല. അതൊന്ന്. അതേമാതിരി ഇവിടെ ഈ സൈഡില് ഡെമോക്രാറ്റിക് സൈഡിലും ഏതാണ്ട് നോമിനേഷന്റെ തൊട്ടടുത്ത് കിട്ടിപ്പോയി എന്നുള്ള രീതിയിലായിരുന്നു മറ്റേ നമ്മുടെ ജോ ബൈഡൻ ഇവിടെ ഇരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന് വേണ്ടിയുള്ളവരും നമ്മുടെ കമല ഹാരിസിന് വേണ്ടിയുള്ളവരും അങ്ങനെ
ചെയ്യുകയാണ് ഗവർണർ എന്നുള്ളൊരു കാര്യമാണ് സംസാരിച്ചത്. പക്ഷേ ഇവിടെ ഒരു പ്രൈമറി തെരഞ്ഞെടുപ്പിലൂടെ ജനാധിപത്യ രീതിയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ജനാധിപത്യ രീതിയിലുള്ള പ്രൈമറിയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ അദ്ദേഹം അത്തരത്തിലല്ല കടന്നു വന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു വലിയ ആക്ഷേപമായിട്ട് ഒരു ഇൻസൾട്ടായിട്ട് പീപ്പിൾസ് യൂണിയൻ പാർട്ടിയുടെ പ്രതിനിധികൾ നമുക്ക് ഞങ്ങളെ അതിനോട് വിയോജിക്കുന്നു. ഒന്നുമല്ലാതെ ഒരു നോമിനിയായിട്ട് കടന്നു വന്നതാണ് കമല ഹാരിസ്. വേർ വാസ് ദ പ്രൈമറി? ഇപ്പോഴത്തെ കോൺസ്റ്റിറ്റ്യൂഷനെ പോലും റെസ്പെക്ട് ചെയ്യാതെ കടന്നു വന്നിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് കമല ഹാരിസ്. അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യുന്നതോട് പറയുന്ന കമല ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ പോലും കടന്നു വന്നിട്ടുള്ള ആൾ വേണം ഇവിടെ പ്രസിഡന്റ് ആകണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു വാദഗതികളെ ഞങ്ങൾ കഠിനമായി വിമർശിക്കുന്നു. രണ്ടാമത് ഈ ഫോറിൻ പോളിസിയെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ചാണ് പറയുന്നത്. ഫോറിൻ പോളിസി ബൈഡൻ കമല ഫോറിൻ പോളിസി വാസ് എ ഫെയിൽഡ് ഫോറിൻ പോളിസി. കാരണം നമ്പർ 1, അഫ്ഗാനിസ്ഥാൻ വിത്ഡ്രോവൽ ഓഫ് ദ US മിലിറ്ററി. $85 ബില്യൺ ആധുനിക യുദ്ധോപകരണങ്ങൾ താലിബാൻ എന്ന ഒരു തീവ്രവാദ ചുവയുള്ള ഒരു സംഘടനയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് വിഡ്രോ ചെയ്തത്. അതിൽ ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ GDP എന്ന് പറയുന്നത് കേവലം 20 ബില്യൺ. അവര് 100 വർഷം ഭരിച്ചാൽ 85 ബില്യൻ്റെ ഒരു ആയുധം വാങ്ങിക്കാനായിട്ട് അവർക്ക് സാധിക്കും. അപ്പം എന്തോ എത്ര വിചിത്രമായ രീതിയിലാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ ടാക്സ് പേയേഴ്സിൻ്റെ $85 ബില്യൺ വസ്തുക്കൾ അസറ്റ് അവിടെ താലിബാൻ എന്ന് പറയുന്ന ഒരു തീവ്രവാദികൾക്ക് കൈമാറുന്നത്. ഇന്ന് ആ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യക്കെതിരായിട്ട് ഇന്ന് തീവ്രവാദികൾ കാശ്മീരൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫെയിൽഡ് ഫോറിൻ പോളിസി നമ്പർ 1. രണ്ടാമത്തത് റഷ്യ യുക്രൈൻ വാർ. ഇന്ന് നമുക്കറിയാം the countries of the world look upon America as a world leader. ട്രംപിൻ്റെ സമയത്ത് ട്രംപ് നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ്, അവരുടെ ലോകത്തിന് ഒരു ഭയങ്കര ഭീകരത്വം സൃഷ്ടിച്ച ഒരു പ്രസിഡന്റ് ആണ് അദ്ദേഹം. അദ്ദേഹത്തെ ഒരു മേശയിലിരുന്ന് സംസാരിച്ച് അത് ഒഴിവാക്കി അദ്ദേഹത്തെ വളരെ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തു. പക്ഷേ ഈ ബൈഡനോ കമലയ്ക്കോ അത് സാധിച്ചില്ല. ഫെയിൽഡ് ഫോറിൻ പോളിസി. നോർത്ത് കൊറിയയുടെ റഷ്യൻ യുക്രൈൻ വാറിൽ പുടിനുമായിട്ട് ഇരുന്ന് സംസാരിക്കുകയോ അതിനുള്ള ഒരു കമാൻഡ് ഈ പറയുന്ന കമലയ്ക്കോ ബൈഡനോ ഇല്ലാതെ പോയി എന്നുള്ളതാണ്. അതേസമയത്ത് ട്രംപിൻ്റെ സമയത്ത് ട്രംപ് കൺട്രോൾ ചൈന ട്രേഡ് പോളിസിയിലൂടെ ഇറാനെ നിലയ്ക്ക് നിർത്തി. ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ അവസാനം പാലസ്തീൻ ഹമാസ് വാർ അടുത്ത 3ാമത്തെ ഫെയിൽഡ് ഫോറിൻ പോളിസി. ഇന്ന് അതിൻ്റെ പേരിൽ ഇന്ന് ലോകത്തെമ്പാടും അരക്ഷിതാവസ്ഥയാണ്. യൂറോപ്പ് മുഴുവൻ അരക്ഷിതാവസ്ഥ നേരിടുകയാണ് യൂറോപ്പിൽ പോലും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തീവ്ര ഇടതുപക്ഷ ലിബറൽ ഐഡിയോളജി വെച്ച് പുലർത്തുന്ന ലോകത്തിന് മുഴുവൻ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഈ ഇടതുപക്ഷ തീവ്ര ഐഡിയോളജിയെ അനുകൂലിക്കുന്ന ഡെമോക്രാറ്റ് പാർട്ടിയുടെ വക്താവായ കമല ഹാരിസ് ഇവിടെ പ്രസിഡന്റ് ആയാൽ ഈ രാജ്യം തീർന്നു എന്നുള്ള അഭിപ്രായമാണ്. അതുകൊണ്ട് ഫോറിൻ പോളിസി ഇല്ല. എൻ്റെ ചോദ്യം, അടുത്ത പ്രസിഡന്റ് ആരായിക്കോട്ടെ, റിപ്പബ്ലിക്കൻ ആയിക്കോട്ടെ, ഡെമോക്രാറ്റിക് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഇന്നത്തെ 3 ഫെയിൽഡ് സിറ്റുവേഷൻസ് കറന്റ് ഓൺഗോയിങ് ആണ്. അതിനെ 2 പേരും നിങ്ങളുടെ പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ടാക്കിൾ ചെയ്യുമായിരിക്കും? വാട്ട് അബൌട്ട് യുവർ പ്രസിഡന്റ്? ആദ്യത്തേത് ഇവിടുത്തെ യങ്സ്റ്റേഴ്സിൻ്റെ അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ജനറലായിട്ട് അൺഎംപ്ലോയ്മെൻറ്റിനെ കാറ്റഗറൈസ് ചെയ്യാതെ 60 years ഓൾഡിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റും 16 yearsൻ്റെ അൺഎംപ്ലോയ്മെൻറ്റും ജനറലായിട്ട് കാറ്റഗറൈസ് ചെയ്യാതെ യങ്സ്റ്റേഴ്സിനെ how you can reduce the unemployment among the youngsters? They are so desperate. And the second thing is their student loan relief plan. It is a mistaken thing. You gave a lot of things to students, but nothing has come, or very little has gone to students. And the third thing, currently 2 wars are going on. One is in Ukraine and one is in Palestine. How you can reduce the casualties, or how you can eliminate that one?
യുക്രൈൻ വാർ ആൻഡ് ഇവിടെ ഇസ്രായേൽ ആൻഡ് ഹമാസ് വാർ, ഇങ്ങനെ ലോകം. അപ്പോൾ ആ യുദ്ധം നിർത്തുവാൻ വേണ്ടി നിങ്ങളുടെ കാൻഡിഡേറ്റ് ജയിച്ചു വന്നാൽ എന്ത് ചെയ്യും, എങ്ങനെ ആ യുദ്ധം പരിഹരിക്കും, യുദ്ധം നിർത്തും, സമാധാനം എങ്ങനെ കൊണ്ടുവരും എന്ന് മിസ്റ്റർ സാം സെബി ചോദിക്കുന്നു. അതേ ചോദ്യം തന്നെ നിങ്ങളോട് ചോദിക്കും. Kamala Harris has explained that she is bringing tax reduction for the working class, for the people who are buying first-time houses. She has laid out all that and you have heard it. I don't want to repeat it. When these are done, employment will increase. More people will be employed. Secondly, regarding the war, you know, Mr. Blinken is running like Kissinger every day to Israel, to the other place, Hamas, and every day discussions are going on. You cannot dictate as Trump thinks or Trump's party thinks. They are doing what they can. They cannot shut off somebody. So they will do democratically, respecting the other countries' freedom, their individuality. At the same time, Trump and Democratic Party says Israel will be supported all the time. Bush, your president, Moon president, simply says, oh, Israel will be wiped out soon if you vote for Democratic. These are frightening, like bullying. Oh, third world war will come if Kamala is elected. Bullshit. This is simply frightening people. Don't be accepting all this. Second, so as I said, if Kamala Harris plans, she is a working lady, she became an attorney general and also now the vice president through her intelligence, hard work, and she was like any one of us if you read her life history. Secondly, she is a person who has been integrity, who had integrity. What is the record? 33 times she has been, your Trump has been convicted. 33 times. He is asking the court to postpone his sentence. Kamala Harris, what is her record? How many crimes she has committed? Come on, tell me. Are we voting for a criminal? Are we that low? In any country, people vote for person, their integrity, their ability, their plan for the future. അതൊരിക്കലും ഇപ്പോഴുള്ള സാധാരണക്കാരുടെ ഒരു ചോദ്യമാണ്. ആ ചോദ്യം 3 കാര്യങ്ങൾ. ഒന്ന്, സ്കൂൾ യങ്സ്റ്റേഴ്സിൻ്റെ unemployment. They are very much worried about it. I know many of them ask me to find jobs for them. അടുത്തത് 2, അവരുടെ സ്കൂളിലെ കോളേജ് ലോണിൻ്റെ റേറ്റ്, they can take a loan now 8 to 10%. ഇന്നത്തെ ഇൻഫ്ലേഷൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ 10% ആണ് അവരുടെ സ്കൂൾ ലോൺ എന്ന് പറയുന്നത്. they can even afford that. അപ്പോൾ തന്നെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കണം. അങ്ങോട്ട് ഗോ ലിറ്റിൽ ഞാൻ വിചാരിച്ചു ആ സമയം ക്ലിയർ ആയിട്ട് കീപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഞാൻ സേ മച്ച് ഏർലിയർ. But I know people are just going, all along. So let me go a little bit more into it. If you look at the history of America, in 1992, there was a white president and a vice president. There was a Republican president, George Bush, George Herbert Walker Bush. His vice president was Dan Quayle, a lame duck vice president. Good-looking guy. But he was good for nothing. He was a Republican. Even Bush was doing the Gulf War. He was nowhere to be found. Everyone knows it. What happened? His approval rate was 30%. 30%. He didn't survive 1992 election. He didn't. He lost to Clinton. Clinton had a vice president named Al Gore. Everyone knows that. In 2000, his approval rate was 40%. And only thing he was care about was climate change, and he made millions of dollars.
With the 40% approval rate, he worked very hard, he lost. Now the next vice president, the lame duck vice president, is Kamala Harris. 28% approval rating. She hasn't done anything. She said about, well, I will do. Then now, Miss Kamala Harris, your first day was 4 years ago. Kids cannot find a loan. They cannot find jobs. Inflation is through the roof. 2.9% was Trump left office. It went to 10%. 10%. Every one of you understand it when you go to the grocery store. Like he said, it was good enough for $100 for a whole week. Now you pay $300. Yes or no? The average poor people understand that. You know what? Even a simple Coke, 12 packs of Coke was $2, $3. Now it's almost $10. Inflation. Is it through all around the world? It could be. But it's all started in America because America is the leader of the free world. Let me tell you some more things. Gas price. Gas price. It was $1.80 when Trump was president. I worked in the oil and gas for 25 years. I know oil and gas very well. Why the price went up? The first day Biden took office, he canceled the offshore drilling. He put a moratorium. Then the next thing he did on the same day, on the next signature, is Keystone Pipeline. My son works for that company. Keystone Pipeline, he canceled it. Almost 1 million barrels of oil from the Canadian oil sands supposed to be coming to Texas, 1 million barrels of oil. He canceled it. And then the third thing is the canceling the moratorium and the lease. Companies, including the one that I was involved in, it pulled back up from all that. Oil price started climbing from that point to $6. Everyone knows that. What Biden did, he used the National Reserve to bring that down. National Reserve was only used for when your wartime comes, emergency comes. It was almost 800 million barrels. Now it's 300 billion. He took that, I depleted that the resources America kept for it. I'm sorry? Don't you know? Okay. So what happened is, Kamala said, we have a bipartisan bill brought it in the Congress, and Trump told, don't pass it. So we did not pass it. Is that what you need, a leader? Your leader should be like, you know what? We have a big problem. America is facing a crisis, a man-made crisis in this decade, which is immigration. Almost 21 million people crossed without any checking into this country, under the watch of Biden and Harris. She said, we could put another 1,500 more people in the ICE immigration. 1,500. If Trump would have passed that thing, come on. You only take 30 seconds to make an executive order. It say, I'm putting unlimited, all hands on deck. I'm going to put unlimited resources in the border so there won't be anyone coming to close the border. It only take 30 seconds. Now she's saying it, well, I have to wait for a bill to come to my table. A year or later, then I sign it, then we will close the border. What a nonsense is that? That's pretty much nonsense. Kamala hasn't done anything. She will be a threat to America, period. Biden is not, Trump is not a threat to America. After 4 years, somebody said he ran away, and at least he left that place. Biden is the appointed nominee through the democratic process. Almost 15 million people voted for him. They said Trump is a threat to the democracy. 14 million. 14 million. Then what happened? They rejected her, the 14 millions, brought her through the back door, and installed, say, look, we have a new candidate, Kamala Harris. She had 2% on it. You know, America has what they call a primary process. That means why Trump is there? Because he was elected to Trump. He has why Trump and Kamala. Well, it's obvious when Trump was elected, Kamala was not elected by the primary process. When she was running in 2020, she received 2%, the entire Democratic support. Even the first vote cast, she quit. She got out of the race.
That is what Kamala, not a single person, American Democrats, including anyone. Tell me, have you voted your nominee? You have not. You have not cast your ballot for her. We did. We gave our support to President Trump to be the nominee. Look at Israel. America's foreign policy is a failure, utter failure. 3 wars is going. Today itself, Israel getting attacked. Their prime minister is in the death watch by Iran. Under Kamala's and Biden's watch. Israel will be destroyed soon if you have not a good leader of America. Do you want to reply to that? Any response to this? കമല ഹാരിസിനെ ആരും എലക്ട് ചെയ്തില്ല എന്ന്. അത് ഇവിടെ ഇരിക്കുന്ന കുറെ പേർക്കെങ്കിലും അറിയാം. There is an election process. There is not only one process. There is second process. She got enough delegates and she is elected as a nominee of the Democrats. When Biden withdrew, people said Biden is old and this 78-year-old person is still like 81-year-old person is old. Just like നമ്മൾ പിന്നെ ആലപ്പുഴയൊക്കെ പോകുമ്പോൾ മന്തുള്ളവൻ മണ്ണിനകത്ത് കാല് കുത്തിയിട്ടു എന്നിട്ട് അടുത്ത് പോകുന്നതിനെ മന്ദാന്ന് വിളിക്കുന്നത് പോലാണ് 78 വയസ്സുള്ള ട്രംപ് 81 വയസ്സുള്ള 50 കൊല്ലം ഭരിച്ച് പാഠവുമുള്ള ബൈഡൻ പിന്നെ ഓർമ്മക്കുറവും അതും ഇതുമൊക്കെയാന്ന് പറയും. ഇപ്പം ഞാൻ വേണേ പറയാം, ഒത്തിരി ട്രംപിന് ഓർമ്മയില്ലാത്തതുകൊണ്ടായിരിക്കും പുള്ളി ഡിക്ഷണറിയിൽ ഇല്ലാത്ത വേർഡ് പോലും ആ വൈറ്റ് ഹൗസിൽ എന്ന് പറയുന്നത്. MF എന്ന ഒരു പ്രസിഡന്റ് വൈറ്റ് ഹൗസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രംപ് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ പറയുന്ന ഒരാളിന് ബോധമുണ്ടോ? ചിലപ്പോൾ പുള്ളിക്ക് ബോധമില്ലായിരിക്കും. അതുകൊണ്ട് പുള്ളിയുടെ ഏജിനെ പറ്റിയും ചോദ്യം ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കമല ഹാരിസ് ഈസ് എ ഇലക്ടഡ് പേഴ്സൺ സെലക്ടഡ് ബൈ ദി ഡെമോക്രാറ്റ് ഡെലിഗേറ്റ്സ്. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ എന്താ പറഞ്ഞത്? വാറിന്റെ കാര്യമാണെങ്കിൽ നമ്മുടെ പറഞ്ഞോ ഇനി എന്തോ അടുത്ത ചോദ്യം എന്തോ പറഞ്ഞു. അടുത്തതിലേക്ക് ഞാൻ പോകാം കേട്ടോ. അടുത്ത ചോദ്യം എന്നായിരുന്നു? ഞാൻ മറന്നുപോയി. സ്റ്റുഡന്റ് ലോണിനെ പറ്റി സ്റ്റുഡന്റ് ലോണിന് ഫോർഗീവ്നെസ് കൊടുക്കാമെന്ന് പറഞ്ഞാണ് പിന്നെ നമ്മുടെ ബൈഡൻ കയറിയത്. ബൈഡൻ ഫോർഗീവ്നെസ് കൊടുത്തു, പക്ഷെ എല്ലായിടത്തും പാസ്സാക്കിയില്ല. സെനറ്റിലും കോൺഗ്രസിലും പാസ്സാക്കിയില്ല. അതുകൊണ്ട് കുറേയൊക്കെ നടന്നില്ല. പക്ഷെ ട്രംപ് ഒരിക്കലും സ്റ്റുഡന്റ് ലോണിന് ഫോർഗീവ്നെസ് കൊടുക്കുമെന്നോ സ്റ്റുഡന്റ് ലോൺസ് കൊടുക്കുമെന്നോ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഓർമ്മ തെറ്റാണെങ്കിൽ കറക്റ്റ് ചെയ്യാം കേട്ടോ, ഞാൻ കേട്ടിട്ടില്ല. പിന്നെ അടുത്ത എന്തോ ചോദ്യം? അടുത്ത ചോദ്യം ഇല്ല, വരുന്നേ ഉള്ളൂ. എല്ലാത്തിനും ചോദ്യം ചോദ്യം ചോദിക്കാൻ